നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുകയാണ് വാർത്താ സന്ധ്യ. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ക്രിസ്മസിനെ വരവേൽക്കാൻ നാട്. യേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷത്തിലാണ് ലോകം. നക്ഷത്രവിളക്കും പുൽക്കൂടും ഒരുക്കി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പങ്കുവച്ചാണ് വിശ്വാസികൾ തിരുപ്പിറവിയെ വരവേൽക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനകളും നടക്കും. ക്രിസ്മസിന്റെ വരവറിയിച്ച് ക്രിസ്മസ് കാരൽ സംഘങ്ങളും സജീവമാണ്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് മാലോം ഫൊറോന പള്ളിയിൽ നിന്ന്, ഒപ്പം കോട്ടയം പുത്തനങ്ങാടി അഞ്ചേരി തറവാട്ടിൽ നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ആദ്യം അരുൺ പാറയ്ക്കലിലേക്ക്. അരുൺ, ഇന്നിപ്പോൾ രാത്രി, അതായത് അല്പസമയം കഴിയുമ്പോൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ തുടങ്ങും. അവിടെ നിന്ന് എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അനുജ, കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ വിശ്വാസികൾ എല്ലാവരും തന്നെ ഈ ക്രിസ്തുമസിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് മാലോം ഫെറോന പള്ളിയിലാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. നമുക്ക് കാണാവുന്നത് ഒരു കൂറ്റൻ സ്റ്റാറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 60 അടി ഉയരത്തിലാണ് ഈ ക്രിസ്തുമസിൻ്റെ സ്റ്റാർ ഒരുക്കിയിരിക്കുന്നത്. 3 കിൻഡൽ കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയൊക്കെ, മാലോം ഫെറോന പള്ളിയൊക്കെ അലങ്കരിച്ചുകൊണ്ട് ആ അവസാനവട്ട ഒരുക്കങ്ങൾ, അലങ്കാര പണികളൊക്കെ നടക്കുന്നു. ഇപ്പോൾ ഫാദർ ജോസഫ് തൈക്കുന്നംപുറത്ത് അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ഈ സ്റ്റാർ ഒരുക്കിയ കോർഡിനേറ്ററും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സ്റ്റാറിൻ്റെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, എന്തൊക്കെയാണ് ഇതിലിപ്പോൾ പ്രത്യേകത? അതായത് 2024 ക്രിസ്മസിനെ വരവേൽക്കുന്നതിന്, ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് മാലോം സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയം ഒരുങ്ങിക്കഴിഞ്ഞതിൻ്റെ അടയാളങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരാഴ്ചയോളം 10-15 കലാകാരന്മാർ ഒന്നിച്ചു ചേർന്ന് നിർമ്മിച്ച ഈ വലിയ ഭീമാകാരമായ നക്ഷത്രത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് 60 അടി ഉയരത്തിലും 40 അടി വീതിയിലുമാണ്. 3500 സ്ക്വയർ ഫീറ്റ് പ്രിൻ്റഡ് തുണിയിൽ, എനിക്ക് തോന്നുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഇത്രയും വലിയ ഭീമാകാരമായ നക്ഷത്രം ഈ വർഷം ആരും തന്നെ നിർമ്മിച്ചിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത പ്രിൻ്റഡ് ക്ലോത്താണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. 50ലധികം ഹാലജൻ ബൾബുകളും ട്യൂബ് ലൈറ്റുകളും ഒക്കെ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അനുജ, അതോടൊപ്പം തന്നെ 7 മണിയോടുകൂടി വിശ്വാസികളൊക്കെ തന്നെ പള്ളിയിലേക്ക് എത്തിത്തുടങ്ങും. ഇപ്പോൾ 20-ലധികം സംഘങ്ങളായി ഈ കരോൾ ഗാനവുമായി ഇവർ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛാ, എന്തൊക്കെയായിരിക്കും വൈകുന്നേരത്തെ നമ്മുടെ രാത്രിയിലെ പ്രത്യേകതകൾ? ഇന്ന് ക്രിസ്മസിന് ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ദൈവജനം മുഴുവനും. മാലോം ഫൊറോനയിലുള്ള എല്ലാ കുടുംബങ്ങളും അവരുടെ വീടുകളിൽ പുൽക്കൂടൊക്കെ നിർമ്മിച്ച് ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 29 വാർഡുകളുണ്ട്. 600ഓളം കുടുംബങ്ങളുള്ള ഈ ഫൊറോന ദേവാലയത്തിൽ അവർ 29 യൂണിറ്റുകളായിട്ട് അവർ കരോളിനായിട്ട് പോയിരിക്കുകയാണ്. രാത്രി 5 സംഘങ്ങളായിട്ടായിരിക്കും നമ്മൾ ആഘോഷ പരിപാടികൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ്. ഇടവകയെ 5 സോണായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ അനുജ, ഇത്തരത്തിലാണ് നമ്മുടെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് കാസർഗോഡ്. അതാണ്, ഇവിടെ നോക്കിയാലും അലങ്കാര വിളക്കുകളും പുൽക്കൂടും ഒക്കെയാണ്. അല്പസമയത്തിനകം പള്ളികളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് കോട്ടയത്തേക്ക്. ടോബി ജോൺസൺ ഉള്ളത് പുത്തനങ്ങാടിയിലാണ്. ടോബി, എന്താണ് കോട്ടയത്ത് നൽകാനുള്ള വിവരങ്ങൾ? അനുജ, ഞാനിപ്പോൾ ഉള്ളത് പുത്തനങ്ങാടിയിലെ അഞ്ചേരി തറവാട്ടിലാണ്. അതായത് വർഷങ്ങളുടെ പഴക്കമുള്ളൊരു തറവാടാണ്. നമ്മൾ പറയുന്നത് ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒത്തുചേരലിൻ്റെ ഒരു സമയം കൂടിയാണ്. ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളവരൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഒന്നിച്ച് ചേർന്ന് ആ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് കൊച്ചുകുട്ടികൾ, കൊച്ചുമക്കളടക്കം മുതിർന്നവരും എല്ലാം തന്നെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രായം ചെന്നവരും അതുപോലെ തന്നെ പല തലമുറകളിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അമ്മച്ചിയോട് ചോദിക്കാം, ഇത്തവണ ക്രിസ്മസ് എങ്ങനെയുണ്ട്? സന്തോഷത്തിലാണോ? നല്ലതായിട്ട് പോകുന്നുണ്ട്. പിള്ളേരെല്ലാം എത്തിയോ? ഞാനിവിടെയാണ് താമസിക്കുന്നത്. ഇല്ല ഇല്ല, വന്നിട്ടുണ്ട്. എല്ലാവരും എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഒത്തുകൂടുമോ? എല്ലാ വർഷവും കൂടാറുണ്ട്. എന്തായാലും അങ്ങനെയാണ്. നമുക്ക് കൊച്ചു കുട്ടികളുണ്ട്, അവരെ ഇവിടെ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. എന്നോടൊപ്പം ഇവിടുത്തെ ടോം കോര എന്ന് പറയുന്ന നമ്മുടെ ഒരു കൗൺസിലർ കൂടിയാണ് കേട്ടോ. എങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഒരു ഒത്തുചേരലുണ്ടാകാറുണ്ട്? അതെ, ക്രിസ്മസിൻ്റെ അകത്തുള്ള സന്തോഷം നമുക്ക് ഇങ്ങനെ മുറുകുന്ന അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇനിയും പള്ളിയിൽ പോകണം,
അതുപോലൊപ്പം എൻ്റെ കസിൻസും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാം വരും. ഇനി വൈകിട്ട് പടക്കം പൊട്ടിക്കും. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ്, ആഘോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ക്രിസ്മസ് പുൽക്കൂട്, മനോഹരമായൊരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരുക്കം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് പുൽക്കൂടാണ്. ഒപ്പം തന്നെ നല്ലൊരു ട്രീയും കൂടി, മനോഹരമായിട്ടുള്ള ട്രീയും കൂടി ഒരുക്കിയിട്ടുണ്ട്. നാളത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തയ്യാറായിട്ടോ? എന്തൊക്കെയാണ് നാളെ എന്തൊക്കെയാണ് ഉണ്ടാകുക? ക്രിസ്മസിനുള്ള സ്പെഷ്യലുകളെല്ലാം പിള്ളേരുണ്ട്. അടിപൊളിയാണോ ക്രിസ്മസ്? അടിപൊളിയാണോ? ഒരു കാര്യം കൂടി പറയാം. പുറത്തിപ്പോ കരോളുകാരും കൂടി വന്നിട്ടുണ്ട്. ഇവിടെയുള്ള പള്ളി കുരിശുപള്ളിയാണ്. ആ കുരിശുപള്ളിയിലെ കരോളുകാരും കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം രാത്രിയിൽ ആ തിരുപ്പിറവിക്ക് തൊട്ട് മുമ്പ് കഴിയുന്നത്ര വീടുകളിൽ കയറി പാട്ട് പാടാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമീപത്തുള്ള കുരിശുപള്ളിയിലെ ഇടവകങ്ങളാണ്. അവരെല്ലാവരും ഇപ്പോൾ പാട്ടുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആഘോഷത്തിലാണ് ഈ ക്രിസ്മസ് രാവ് കോട്ടയത്തുള്ളവർ. അവരെല്ലാം തന്നെ ഒത്തുകൂടലിൻ്റെയും അതുപോലെ തന്നെ ഇതുപോലെ കാരൽ ഗാനമൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കോട്ടയത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. അതെ, തിരുപ്പിറവിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ലോകമെങ്ങും ഇപ്പോൾ ഉള്ള ആഘോഷങ്ങളാണ്. ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം കേരളത്തിൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. CBCI ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിന് ചൊല്ലി ക്രൈസ്തവ സഭയിൽ ഭിന്നത. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരട്ടത്താപ്പെന്ന് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനം മെത്രാപ്പൊലീത്ത യുഹനോൻ മാർ മിലിത്തിയോസ് തുറന്നടിച്ചു. മെത്രാപ്പൊലീത്തയുടേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വവും സന്ദർശനം വിവാദമാക്കേണ്ടതില്ലെന്ന് CBCIയും പ്രതികരിച്ചു. മണിപ്പൂർ സംഘർഷവും പാലക്കാട് പുൽക്കൂട് തകർത്തതിലും ക്രൈസ്തവ സഭകൾക്കുള്ളിൽ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡൽഹിയിലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിലാണ് വിവാദം പുകയുന്നത്. ക്രൈസ്തവരോടുള്ള സമീപനത്തിൽ പ്രധാനമന്ത്രിക്കും സംഘപരിവാറിനുമെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്ത യുഹാനോൻ മാർ മിലിത്തിയോസ്. ക്രൈസ്തവ വിഭാഗത്തോടുള്ള നിലപാടിൽ പ്രധാനമന്ത്രിക്ക് ഇരട്ടത്താപ്പെന്ന് കടുത്ത വിമർശനം. അദ്ദേഹം ജർമ്മനിയിലെയും ശ്രീലങ്കയിലെയും ഒക്കെ ക്രൈസ്തവ പീഡയെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും പറയുമ്പോൾ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ഒരു ഇരട്ടത്താപ്പ് ആണ്. സവർക്കറുടെയും വിചാരധാരയുടെയും ലക്ഷ്യം സാർത്ഥകമാക്കുകയാണ് ലക്ഷ്യം. ഇത് സഭാ നേതൃത്വത്തിന് മനസ്സിലാകാത്തതല്ല. ക്രൈസ്തവ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി പ്രീണിപ്പിച്ച് ഉപഹാരങ്ങൾ നൽകി ഒക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുക. അതേ പാർട്ടിയുടെ പ്രാദേശിക ഘടകമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അത് വലിയൊരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. BJPയോടും കേന്ദ്ര സർക്കാരിനോടും മൃദുനിലപാട് സ്വീകരിക്കുന്ന ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ മെത്രാപ്പൊലീത്തയുടെ തുറന്നു പറച്ചിൽ വെട്ടിലാക്കി. മെത്രാപ്പൊലീത്ത പറഞ്ഞതല്ല സഭയുടെ നിലപാടെന്ന് പിന്നാലെ സഭാ അധ്യക്ഷന്റെ വിശദീകരണം. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് നിശ്ചയമായിട്ട് സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. CBCIയുടെ ഭാഗമല്ലെങ്കിലും ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്തയുടെ വിമർശനത്തിൽ കത്തോലിക്ക സഭാ നേതൃത്വവും പ്രതിരോധത്തിലാണ്. BJP നേതാവിനെയല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണ് ക്ഷണിച്ചതെന്ന് പറഞ്ഞ് വിവാദം മയപ്പെടുത്തുകയാണ് CBCI നേതൃത്വം. മോദിജി വന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതിക്കും വർണ്ണത്തിനും പെട്ടുന്ന എല്ലാവർക്കും തുല്യ അവകാശങ്ങളും തുല്യ സമത്വമുണ്ട്. അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അവസരമായിട്ടാണ് മോദിജി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് പങ്കെടുത്തത്. അതിന് ഞങ്ങൾക്ക് മോദിജിയോട് നന്ദിയുണ്ട്. അത് പരസ്യമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. മണിപ്പൂർ വിഷയത്തിൽ കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ സഭയ്ക്കുള്ളിൽ വിമർശനമുയർന്നിരുന്നു. എന്നാൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ സഭാ നേതൃത്വങ്ങൾ തയ്യാറായിരുന്നില്ല. ന്യൂസ് ഡെസ്ക് 24. സൈബർ തട്ടിപ്പുകളുടെ രാജ്യത്തെ മാസ്റ്റർ ബ്രെയിൻ രംഗ ബിഷ്ണോയെ കൊച്ചി സൈബർ പോലീസ് പിടികൂടി. കൊൽക്കത്തയിലെത്തി സാഹസികമായാണ് രംഗ ബിഷ്ണോയെ അറസ്റ്റ് ചെയ്തത്. വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. 24 എക്സ്ക്ലൂസീവ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സൈബർ തട്ടിപ്പുകളുടെ തലച്ചോറെന്ന് വിളിക്കുന്ന ക്രിമിനൽ രംഗ ബിഷ്ണോയിയെയാണ് കൊച്ചി സൈബർ പോലീസ് കൊൽക്കത്തയിലെത്തി പിടികൂടിയത്. സൈബർ തട്ടിപ്പുകളുടെ മുഖ്യ ആസൂത്രകനും തലവനുമാണ് രംഗ ബിഷ്ണോയി. വിദേശ രാജ്യങ്ങളിലെ തട്ടിപ്പ് സംഘങ്ങളുമായി ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകാരെ ബന്ധിപ്പിക്കുന്ന മുഖ്യ കണ്ണി കൂടിയാണ് ഇയാൾ. വാഴക്കാലയിൽ മധ്യവയസ്കയെ കബളിപ്പിച്ച് 4 കോടി രൂപ തട്ടിയ കേസിലാണ് ഇയാളെ സൈബർ പോലീസ് പിടികൂടിയത്. ക്രിമിനൽ സംഘത്തിന്റെ സംരക്ഷണമുള്ള പ്രതിയെ സ്വന്തം നാട്ടിലെത്തി അതിസാഹസികമായാണ് പോലീസ് സംഘം കീഴടക്കിയത്.
പിടികൂടിയ ഉടൻ തന്നെ വിമാനമാർഗം കേരളത്തിൽ എത്തിച്ചില്ല എങ്കിൽ ഇയാളുടെ സംഘം പോലീസിനെ ആക്രമിക്കാനും മടിക്കില്ല. ഇന്ന് കൊച്ചിയിലെത്തിക്കുന്ന പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. കേരളത്തിൽ ഈയിടെ നടന്ന പ്രധാന സൈബർ തട്ടിപ്പുകളിലെല്ലാം രംഗ ബിഷ്ണോയിക്ക് ബന്ധമുണ്ടെന്നാണ് നിഗമനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. കൊച്ചിയിൽ അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ പങ്കാളികളായ 2 ASIമാർ അറസ്റ്റിൽ. പാലാരിവട്ടം സ്റ്റേഷനിലെ ASI ബ്രിജേഷ് കുമാർ, ട്രാഫിക് ASI രമേശൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ASIമാർ തന്നെയാണ് ഇത്തരം അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. വിശദാംശം. അനുജ, ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. നമുക്ക് മാത്രമല്ല പോലീസ് സേനക്കെമ്പാടും. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ എറണാകുളം പോലീസ് ചില ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. അതിലൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു അനാശാസ്യ കേന്ദ്രത്തിൽ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്നാണ് നിലവിൽ കടവന്ത്ര പോലീസിന്റെ കണ്ടെത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ബ്രിജേഷ് ലാൽ, അതോടൊപ്പം ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ രമേശൻ, ഇങ്ങനെ 2 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. നേരത്തെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്നാണ് ഇവരുടെ പേര് ലഭ്യമായത്. ഇവർക്ക് നേരിട്ടുള്ള പങ്കാളിത്തമല്ല. ഈ ഹോട്ടലും അതോടൊപ്പം ഈ ആശ്വാസ പ്രവർത്തന കേന്ദ്രങ്ങൾ നടത്തുന്ന മറ്റാളുകളാണ്. ഇവർക്ക് വേണ്ട ഒത്താശകളും പണവും നൽകി സഹായിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നാണ് നിലവിൽ കടവന്ത്ര പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഉറപ്പായും ഉണ്ടാകും. ഒരുപക്ഷെ ഇവരെ തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെ വകുപ്പ് തല നടപടി അടക്കം ഉണ്ടാകും. അനുജ, കൊച്ചിയിൽ അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 2 ASIമാർ അറസ്റ്റിലായത്. മലപ്പുറം വാഴക്കാട്ട് വൻ ലഹരി മരുന്ന് വേട്ട. പിടികൂടി 510 ഗ്രാം MDMA സിനിമാ നടിമാർക്ക് കൊണ്ടുവന്നത് എന്നാണ് പ്രതിയുടെ മൊഴി. കാളികാവ് സ്വദേശി മുഹമ്മദ് ഷബീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ നിർദ്ദേശപ്രകാരം ഒമാനിൽ നിന്ന് MDMA കടത്തിയ ചെമ്മാട് സ്വദേശി അബു താഹിറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഴക്കാട് MDMA കേസ് 2 കാര്യങ്ങളിലാണ് കൂടുതൽ ഗൗരവമുള്ളതാകുന്നത്. ഒമാനിൽ നിന്നും പാൽപ്പൊടി പാക്കറ്റിൽ ഒളിപ്പിച്ച് കരിപ്പൂർ വിമാനത്താവളം വഴി 1/2 കിലോയിലധികം MDMA കടത്തി. 2 കൊണ്ടുവന്നത് 2 സിനിമാ നടിമാർക്ക് വേണ്ടിയെന്ന പ്രധാന പ്രതി മുഹമ്മദ് ഷബീബിന്റെ മൊഴി. ഷബീബിനെ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ പ്രത്യേകം ചോദ്യം ചെയ്തു. സിനിമാ നടിമാർക്ക് വേണ്ടിയാണ് ലഹരി കടത്തിയതെന്ന് പ്രതി മൊഴി നൽകിയതായി മലപ്പുറം SP-യും സ്ഥിരീകരിച്ചു. ഇത്തരത്തിലുള്ള മൊഴികളുണ്ട്. ചില ഈ ആംഗിളിലുള്ള മൊഴികൾ നമ്മുടെ ലഭ്യമായിട്ടുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു മേജർ ക്വാണ്ടിറ്റി ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണ ടീമുകളിപ്പം പുറത്തുണ്ട്. ഒമാനിൽ നിന്ന് ഷബീബിന് വേണ്ടിയാണ് അബു ത്വാഹിർ MDMA കടത്തിയത്. അബു ത്വാഹിറും പോലീസ് കസ്റ്റഡിയിലുണ്ട്. കോഴിക്കോട് ബൈപ്പാസിനോട് ചേർന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് 510 ഗ്രാം MDMA-യുമായി ഷബീബ് ഇന്നലെ രാത്രി ഡാൻസ് ഓഫിന്റെയും വാഴക്കാട് പോലീസിന്റെയും പിടിയിലാകുന്നത്. എന്നാൽ ലഹരി വാങ്ങാൻ വരുന്നതാരെന്നോ നടിമാർ ആരൊക്കെയെന്നോ ഷബീബിന് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂ ഇയർ പാർട്ടി ലക്ഷ്യം വെച്ച് കൊച്ചി, ഗോവ എന്നിവിടങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായാണ് ലഹരി എത്തിക്കുന്നത്. 24 മലപ്പുറം. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് ഭരണസമിതി. 3 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അതേസമയം ആരോപണ വിധേയർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത് പോലീസ് വൈകിപ്പിക്കുകയാണ്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവരെയാണ് ഭരണസമിതി സസ്പെൻഡ് ചെയ്തത്. ജീവനക്കാർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഭരണസമിതി ഉറച്ചുനിൽക്കുന്നു. പ്രതിഷേധം തണുപ്പിക്കുന്നതിനുള്ള നടപടി മാത്രമാണ് ഇപ്പോഴത്തേത്. പോലീസ് അന്വേഷണത്തിലെ മെല്ലെപ്പോക്കും തുടരുന്നു. ആരോപണ വിധേയർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇതുവരെ ചുമത്തിയിട്ടില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നാരോപിച്ച് BJP രംഗത്തെത്തി. പോലീസ് കുറ്റകരമായ അനാസ്ഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ ഇതിനെക്കുറിച്ചൊരു നല്ല അന്വേഷണം നടത്തണം. ഇപ്പം കട്ടപ്പന CAയും തങ്കമണി CAയും അന്വേഷിച്ച വല്ലതും എത്തുമോ? ഇതൊരു ക്രൈംബ്രാഞ്ചിനെ ഏർപ്പെടുത്തി അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. സൊസൈറ്റിയിലെ CCTVയും മൊഴിയും പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നാണ് പോലീസ് പറയുന്നത്. ആരോപണ വിധേയർക്കെതിരായ നടപടി വൈകുന്നതിനെതിരെ BJPയും കോൺഗ്രസും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കും. 24 ഇടുക്കി. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ സംഭവത്തിൽ തമിഴ്നാടിനോട് ചോദ്യങ്ങളുമായി ഹരിത ട്രൈബ്യൂണൽ. മാലിന്യം ചെക്ക് പോസ്റ്റുകൾ കടക്കുന്നത് എങ്ങനെ എന്ന് ഹരിത ട്രൈബ്യൂണൽ സദേൺ ബെഞ്ച് ചോദിച്ചു. പരിസ്ഥിതി പ്രശ്നത്തെ അന്തർസംസ്ഥാന തർക്കമാക്കരുത് എന്നും ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകി. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്,
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഇല്ലാതെ ഈ ടൺ കണക്കിന് മാലിന്യം അവിടെ കടന്നു പോകുന്നത് എന്ന ചോദ്യം. അനുജ, ഈ സംഭവം ഉയർന്നു വന്നത് മുതൽ തന്നെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ് മാലിന്യം തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നിരുന്നു. അത് തന്നെയാണ് ഇന്ന് ഹരിത ട്രിബ്യൂണലിലെ സദേൺ ബെഞ്ചും ചോദിച്ചിരിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിലുള്ളവർക്ക് ഇക്കാര്യം കൃത്യമായിട്ട് അറിയാം എന്നുള്ളൊരു വിമർശനം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. പണം വാങ്ങി ഇവർ ഇത്തരത്തിൽ മാലിന്യം ഈ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് BJP അടക്കം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഹരിത ട്രിബ്യൂണലിലെ സദേൺ ബെഞ്ചിന്റെ ചോദ്യം പ്രസക്തമാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ മലിനീകരണ ബോർഡാണ് ഒരു റിപ്പോർട്ട് സദേൺ ബെഞ്ചിന് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ജനുവരി 2-ന് വാദം തുടരുകയുമാണ്. അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ഇരു സംസ്ഥാനങ്ങൾക്കും നേരിടേണ്ടി വരും എന്നതും ഉറപ്പാണ്. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ സദേൺ ബെഞ്ച് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പ്രധാനമാണ്. ഇത്തരത്തിലൊരു മാലിന്യ പ്രശ്നം അത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്ക വിഷയമായി മാറരുത്. അതൊരു അടിയിലേക്കും ഭിന്നിപ്പിലേക്കും ഒക്കെ പോകുന്ന തരത്തിലേക്ക് ഒരു വിഷയമാകരുത് എന്ന് കൂടി ഹരിത ട്രിബ്യൂണലിന്റെ സദേൺ ബെഞ്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ന് ആരോപണം നേരിട്ടത് തമിഴ്നാടിനാണ്. ഇത്തരത്തിൽ മാലിന്യം എങ്ങനെ എത്തുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഹരിത ട്രിബ്യൂണൽ വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് തമിഴ്നാടിനോട് എങ്ങനെയാണ് ചെക്ക് പോസ്റ്റുകൾ കടന്ന് മാലിന്യം അങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ്. വാർത്താ സന്ധ്യയിലേക്ക് ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കരുതേല സർ എന്ന പരിപാടിയുമായി S. വിജയകുമാർ.